അങ്ങനെതാ ക്രിസ്മസ് ആയിട്ട് നമ്മൾ വാങ്ങി ചെറിയൊരു കേക്കൊക്കെ വാങ്ങി സെലിബ്രേറ്റ് ചെയ്തു. വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകട്ടോ. അമ്പലത്തിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ പൊന്നുൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ പൊന്നു ഇങ്ങനെ റെഡിയാവാതിരിക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് ബസ് നല്ല രീതിയിൽ ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ കരോളും കൂടെ വന്ന് അതൊക്കെ കണ്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ ബസ്സും വന്നു. ബസ്സിലൊക്കെ കയറി. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ വീട്ടിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അവസാനം അമ്പലത്തിലെത്തി അന്നദാനത്തിനുള്ള ഭക്ഷണമൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മാമൻ്റെ പേരിലും ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് കരോളും പോകുന്നുണ്ട്, ഇപ്പുറത്ത് ഭജനയായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവരെ റെഡിയാക്കാനൊക്കെ പോയി. ഇവരെ സാരി ഉടുപ്പിക്കാനും മേക്കപ്പ് ചെയ്യാനും. അമ്പലത്തിൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെ കേട്ടോ ഞങ്ങൾക്ക് റെഡിയാവാൻ തന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കറക്റ്റ് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്ക് പരിപാടി സ്റ്റാർട്ട് ആയിട്ടോ. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് ഞങ്ങൾ പോയി. ഇത് രണ്ടുപേരും എൻ്റെ മാമൻ്റെ മക്കളാണ്, മുത്തും അമ്പാടിയും. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ടായി. നല്ല രീതിയിൽ പ്രോഗ്രാമൊക്കെ പോയി. ഇവർ രണ്ടുപേരും ഒരു 2-3 ഡേയ്സ് കൊണ്ടായിട്ട് ഇവർ വേഗം ഡാൻസൊക്കെ പഠിച്ച്. അവർ അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് വേഗം പഠിച്ചതാണ്. അതുകൊണ്ട് അവർ നല്ല രീതിക്ക് കളിച്ച് എവിടെയും സ്റ്റോപ്പ് ചെയ്യാനോ തെറ്റ് കളിക്കാനോ ഒന്നും നിന്നില്ല. നല്ല രീതിക്ക് രണ്ടാളും കളിച്ചു. നമ്മൾ റെൻ്റലിന് ഓർണമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഊരിയിട്ട് സേഫായിട്ട് വെച്ചു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. പരിപാടി വേഗം കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വേഗം പോകാൻ പറ്റി. നാളെയും പരിപാടിയുണ്ട്. നാളെ ഗാനമേളയും വേറെ പരിപാടിയുണ്ട്. അപ്പം നാളത്തെ വീഡിയോ കാണാം.